എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള വ്യക്തി സത്യാഗ്രഹത്തെ പറ്റി ഡീറ്റെയിലായി നോക്കാം. വ്യക്തി സത്യാഗ്രഹം 1940 ആഗസ്റ്റ് വാഗ്ദാനത്തിൽ അസംതൃപ്തരായ ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹമാണ് വ്യക്തി സത്യാഗ്രഹം. ആഗസ്റ്റ് വാഗ്ദാനത്തിൽ അസംതൃപ്തനായ ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹമാണ് വ്യക്തി സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാണ്? വിനോബ ഭാവെ. 1940 നടന്ന വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയാണ് വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സ്ഥലം പൗനാർ. വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് പൗനാർ എന്ന സ്ഥലത്താണ്. വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച ദിവസം 1940 ഒക്ടോബർ മാസം 17. 1940 ഒക്ടോബർ 17 വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. വ്യക്തി സത്യാഗ്രഹത്തിലെ രണ്ടാമത്തെ സത്യാഗ്രഹി ജവഹർലാൽ നെഹ്റു. നെഹ്റു ആണ് വ്യക്തി സത്യാഗ്രഹത്തിനിരുന്ന രണ്ടാമത്തെ സത്യാഗ്രഹി. വ്യക്തി സത്യാഗ്രഹത്തിലെ മൂന്നാമത്തെ സത്യാഗ്രഹി ബ്രഹ്മദത്താണ്. ബ്രഹ്മദത്താണ് വ്യക്തി സത്യാഗ്രഹത്തിനിരുന്ന മൂന്നാമത്തെ സത്യാഗ്രഹി. ഒന്നാമതായി വ്യക്തി സത്യാഗ്രഹത്തിനിരുന്ന വ്യക്തി വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് 1940 ഒക്ടോബർ 17. രണ്ടാമത് വ്യക്തി സത്യാഗ്രഹത്തിനിരുന്നത് ജവഹർലാൽ നെഹ്റുവും മൂന്നാമതായി വ്യക്തി സത്യാഗ്രഹത്തിനിരുന്ന സത്യാഗ്രഹി ബ്രഹ്മദത്തുമാണ്. ദില്ലി ചലോ പ്രസ്ഥാനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വ്യക്തി സത്യാഗ്രഹം. വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ദില്ലി ചലോ പ്രസ്ഥാനം. ദില്ലി ചലോ പ്രസ്ഥാനം വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയാണ് കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരളത്തിൽ നിന്നുമുള്ള ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി. വിനോബ ഭാവയെ പറ്റി നമുക്ക് ചെറുതായി ഒന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വിനോബ ഭാവ ചെറുതായി നോക്കുമ്പോൾ 1895 ജനിച്ചു. 1982 വിനോബ ഭാവെ മരണമടഞ്ഞത്. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നതാണ് വിനോബ ഭാവെ. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തി വിനോബ ഭാവെ. ഇന്ത്യയുടെ ദേശീയ അധ്യാപകൻ എന്നറിയപ്പെടുന്നതും വിനോബ ഭാവെ ആണ്. ഇന്ത്യയുടെ ദേശീയ അധ്യാപകൻ എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൽ നിരീക്ഷകനായി പങ്കെടുത്തതും വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൽ നിരീക്ഷകനായിട്ട് പങ്കെടുത്തത് വിനോബ ഭാവെയാണ്. 1940 വ്യക്തി സത്യാഗ്രഹ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ സത്യാഗ്രഹിയാണ് വിനോബ ഭാവെ. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. 1940 നടന്ന വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയാണ് വിനോബ ഭാവെ. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനം, ഗ്രാമദാന പ്രസ്ഥാനം എന്നിവ ആരംഭിച്ചതും വിനോബ ഭാവെയാണ്. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനവും ഗ്രാമദാന പ്രസ്ഥാനവും ആരംഭിച്ചത് വിനോബ ഭാവെ. 1951 ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം തെലങ്കാനയിലെ പോച്ചാംപള്ളിയിൽ ആണ്. തെലങ്കാനയിലെ പോച്ചാംപള്ളിയിലാണ് 1951 വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്. മാക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് വിനോബ ഭാവെ. മാക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് വിനോബ ഭാവെ. വിനോബ ഭാവയുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ദേശീയ അധ്യാപകൻ എന്നറിയപ്പെടുന്നു. പൗനാറിലെ സന്യാസിയാണ് വിനോബ ഭാവെ. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൽ നിരീക്ഷകനായി പങ്കെടുത്തതും വിനോബ ഭാവെയാണ്. ജനിച്ചത് 1895, മരണമടഞ്ഞത് 1982. 1951 ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം ഏതാണ്? തെലങ്കാനയിലെ പോച്ചാംപള്ളി. മാക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് വിനോബ ഭാവെ. അപ്പോൾ നമ്മൾ വ്യക്തി സത്യാഗ്രഹത്തെ പറ്റിയും ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായിട്ടുള്ള വിനോബ ഭാവയെ പറ്റിയും ഡീറ്റെയിൽ ആയി ഒന്ന് നോക്കി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനലിനെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളുമൊക്കെ നിങ്ങൾ കമൻ്റായി എന്നെ രേഖപ്പെടുത്തി അറിയിക്കാവുന്നതാണ്.
നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായി നമ്മുടെ ഈ ചെറിയൊരു ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ യൂസ്ഫുൾ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.